എന്നാൽ വരുന്നത് പലരും ചിലത്തിൽ താമസിച്ചാണ്, നിറഞ്ഞ സന്ധ്യയ്ക്ക് എത്തില്ല. അപ്പോൾ വിളക്ക് കൊളുത്താവോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോൾ വന്നാലും കുളിച്ച് കഴിഞ്ഞാൽ ഒരു വിളക്ക് കൊളുത്തുകൊണ്ട് തെറ്റില്ല. കാരണം നിലവിളക്കിന് എപ്പോൾ വേണമെങ്കിലും കൊളുത്താം, ഏത് സമയത്തും കൊളുത്താവുന്നതാണ്. ചിലർ പറഞ്ഞേക്കാം, ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, വൈകുന്നേരം 7 മണിക്ക് കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്, വീടിൻ്റെ പണി തീരാതെ നിലവിളക്ക് കൊളുത്തിയ പ്രശ്നമാണ്. നിലവിളക്ക് എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ ശുഭകരമായി നിൽക്കുന്ന ലക്ഷ്മി ഭഗവതി അനുഗ്രഹിക്കുന്നതാണ്. നമ്മൾ എവിടെ നിലവിളക്ക് കൊളുത്തിയാലും ആ നിലവിളക്കിൻ്റെ ഐശ്വര്യം പലതാണ്. ശുദ്ധമായ സ്ഥലമായിരിക്കണം, വൃത്തിയായ സ്ഥലമായിരിക്കണം, ശുദ്ധതയോടുകൂടി നിൽക്കുന്ന സ്ഥലമായിരിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നിലവിളക്ക് കൊളുത്തുക എന്നുള്ള സാമാന്യ മര്യാദയാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുന്നവരാണ്, വൈകുന്നേരം കുളിക്കുക, അറ്റ്ലീസ്റ്റ് മേല് കഴുകലെങ്കിലും ചെയ്യുക. ഒരു നിവൃത്തിയില്ലാത്തൊരു കാലും മുഖവും കഴുകുക. സ്നാനം പഞ്ചവിധം പുറത്തെന്ന് പറയണം. 5 രീതിയിൽ കുളിക്കാം, കാലും മുഖവും കഴിയാലും മതി. എന്ന് വെച്ചാൽ വെള്ളം കണ്ടാൽ പോരാ, വെള്ളത്തിൽ ഞങ്ങൾ നോക്കി തിരുമേനി അങ്ങനെ വരാം, തളിക്കുകയും ചെയ്യാം. 2, കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞ് നാമജപാദികൾ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നിറഞ്ഞ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറാണ് വന്നതെങ്കിൽ ആ 3/4 മണിക്കൂർ മുഴുവൻ നാമം ജപിക്കണം എന്ന് പോലും ഞാൻ പറയണില്ല. 3/4 മണിക്കൂർ നാമം ജപിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്, 1 മണിക്കൂർ നാമം ജപിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതങ്ങനെ തന്നെ ചെയ്യണം, അതങ്ങനെ തന്നെ പോട്ടെ. അതിൻ്റെ ഫലം നിങ്ങളെ തേടി വരും, അത് വളരെ മഹാത്ഭുതമായി തേടി വരും.